ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു ടീച്ചർ. സോ നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത് ലോഗോസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് എങ്ങനെ ഒരു ഗ്ലോ എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടയറിലുള്ള ബെൻസിൻ്റെ ലോഗോ ആണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിനൊരു ഗ്ലോയിങ് എഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. സോ അതെങ്ങനെ ക്യാപ്കട്ട് വെച്ച് ചെയ്യാം. സോ ഓൾറെഡി ഞാൻ ഈ ഒരു ഫയലും അതുപോലെ VPN ഞാൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ക്യാപ്കട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഫസ്റ്റ് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, താഴത്തെ ലൈന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ലെയർ സെപ്പറേറ്റ് വരും. ഓക്കെ, ആ ലെയർ സെലക്ട് ചെയ്തിട്ട് താഴെ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓവർലേ എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് മെയിൻ ലെയർ നേരെ താഴെ കൊടുത്തിട്ട് ആ വീഡിയോ കൊടുത്ത് നിൽക്കുക. അതിനുശേഷം നമ്മുടെ താഴത്തെ ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കട്ടൗട്ട് എന്നുണ്ടാവും. അതിൽ കസ്റ്റമൈസ്ഡ് കട്ടൗട്ട് ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ലെയർ ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നമ്മുടെ ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സർക്കിൾ, ആ ഒരു ബെൻസിൻ്റെ ലോഗോയിലൊന്ന് സെലക്ട് ചെയ്യാം. സോ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് പക്ക ആക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് വരണമെന്നില്ല, കാരണം ചെറിയൊരു ലാഗ് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ തന്നെ അതപ്പോൾ തന്നെ സെലക്ട് ആയി വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ലെവലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ലെവൽ സെറ്റാക്കിയിട്ട് വെച്ചാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് 20% അങ്ങനെ ഒരു 100% വരെ ആവണം. സോ ഇവിടെ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് ഇതാവണം വെയിറ്റ് ചെയ്ത് നിൽക്കുക. സോ നമ്മുടെ വീഡിയോ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലോട്ട് ബട്ടൺ നിൽക്കിയിട്ട് ഇവിടെ എഫക്റ്റ് എന്നുണ്ടാവും. അതിൽ വീഡിയോ എഫക്റ്റ് എന്നുണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് എഫക്റ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാലോ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റാണ്. സോ അത് ലൈറ്റ് എഫക്റ്റ് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴെ ഒബ്ജക്റ്റ് എന്നുണ്ടാവും. അതിന് ഓവർലേ, മെയിൻ വീഡിയോ ഓവർലേ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യാൻ ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓവർലേ സെലക്ട് ചെയ്യുക. സോ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ കാണോ ആ ലെയർ, ആ ഒരു എഫക്റ്റ് നമ്മുടെ ലോഗോയിലേക്ക് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായില്ല? അതുപോലെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ വേറൊരു എഫക്റ്റാണ് ട്രെയിൻ വിൻഡോ എഫക്റ്റ്. സോ അത് നിങ്ങളിതുപോലെ തന്നെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ് ഉള്ളത് ഓവർലാക്കുക. ജസ്റ്റ് അതിലൊരു എക്സ്ട്രാ വേറൊരു എഫക്റ്റ് കിട്ടുന്നതാണ്. ഒരു സ്ലൈഡിങ് എഫക്റ്റും കൂടി നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. സോ അപ്പോൾ ഈ 2 എഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ലോഗോനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആനിമേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു ഗ്ലോ എഫക്റ്റ് സെപ്പറേറ്റ് ആക്കി കൊടുക്കാമെന്ന് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.